അഹ്ലു ബൈത്ത് എന്നതിനെ ഈ പറയുന്ന റഷീദ് എതിർക്കുകയുണ്ടായി, മുഹമ്മദ് അബ്ദുൽ എതിർക്കുകയുണ്ടായി. അതുപോലെ തന്നെ കടന്നു വന്നതായ ജലാലുദ്ദീൻ അഫ്ഗാനിയെ പോലെയുള്ളവർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പ്രവാചകന്റെ കുടുംബ പരമ്പരയെയും അഹ്ലു ബൈത്തിനെ എതിർക്കുന്ന ആളുകളായിരുന്നു. എന്നാൽ കേരളീയ മുസ്ലിമീങ്ങൾ ആ പാരമ്പര്യം നമ്മളിപ്പോഴും ആ പാരമ്പര്യം മുന്നിൽ നിർത്തി കൊണ്ടുപോകുന്ന ആളുകളാണ്, കൂടെ പിടിച്ചു കൊണ്ടുപോകുന്ന ആളുകളാണ്. നമുക്കറിയാം, ഇപ്പോ എംഎസ് തങ്ങൾ ഇവിടെ കടന്നു വരും, അതുപോലെ തന്നെ ഹുസൈൻ തങ്ങൾ മസ്ജിദ് കൊണ്ട് കടന്നു വരും, അതുപോലെ തന്നെ 28-ാം തീയതി സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നമ്മൾ കടന്നു വരുമ്പോൾ ആ തങ്ങളുടെ കൈയൊന്ന് പിടിക്കാൻ, ആ തങ്ങളെ ഒന്ന് ചുംബിക്കാൻ, ആ കയ്യിലൊന്ന് മുത്തമിടാൻ, ആ കയ്യൊന്ന് ചേർന്ന് നിൽക്കാൻ, ആ തങ്ങളെ കാണുമ്പോൾ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്തിലെ പേരക്കുട്ടികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ബഹുമാനിക്കുന്നത്. ഇത് സുന്നികളുടെ മാത്രമല്ല, ഇതൊരു പാരമ്പര്യമാണ്. ഇത് പ്രവാചകന്റെ അനുയായികൾ പഠിപ്പിച്ചു തന്നതാണ്. നമുക്കറിയാം, കേരളത്തിൽ സമസ്ത എന്ന് പറയുമ്പോൾ പാണക്കാട് തങ്ങന്മാരെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. പാണക്കാട് തങ്ങന്മാരില്ലാതെ സമസ്തയില്ല. കാരണം സമസ്തയുണ്ടായ കാലം മുതൽ, അല്ലെങ്കിൽ സമസ്തയുടെ എല്ലാ പ്രയാണ മേഖലകളിലും എവിടെയൊക്കെ സമസ്ത വിജയെന്ന് അതിന്റെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നുണ്ടോ അവിടെയൊക്കെ പാണക്കാടുള്ള തങ്ങന്മാരുടെ കൈകളും അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം നമുക്ക് ഒരിക്കലും മറന്നു കളയാൻ കഴിയില്ല. അപ്പോൾ സമസ്തയെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് തങ്ങന്മാര് എന്ന് പറയുന്നത് നമ്മൾ ബഹുമാനിക്കുന്ന അഹ്ലു ബൈത്താണ്. അവരെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ മുന്നിൽ അവരെ പിന്തുടർന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് കേരളത്തിലെ മതേതര കേരളം മുന്നോട്ട് പോയിട്ടുള്ളതെങ്കിൽ കാരണം എന്താ? അവരൊക്കെ അഹ്ലു ബൈത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളാണെന്ന തിരിച്ചറിവും ബോധ്യമുള്ളത് കൊണ്ടാണ് ആ പാരമ്പര്യം നമ്മൾ കൊണ്ടുപോകുന്നത്. ഇവിടെയാണ് വന്നിട്ട് ഇത്തരം ആശയമുള്ള ആളുകൾ പറഞ്ഞത്, അങ്ങനെ ഒരു അഹ്ലു ബൈത്തിന്റെ ആവശ്യമില്ല, മദ്ഹബിന്റെ ഇമാമികളെ തള്ളി പറഞ്ഞു. ഇങ്ങനെ മാത്രമല്ല, എത്രത്തോളം എന്ന് വെച്ചാൽ റഷീദ് അവസാനം പറഞ്ഞു വെക്കുകയുണ്ടായി,